വെൽക്കം ടു മൈ ചാനൽ ആങ്കർ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ജസ്റ്റ് സ്റ്റിയറിംഗ് വെച്ചിട്ടുള്ള ഒരു കാറിൻ്റെ ഒരു 50% സാധനങ്ങളൊന്നും പറയാൻ പറ്റില്ല. 30% ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയാണ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഇങ്ങനെയല്ല, തുടക്കം വേറെയാണ്. നിങ്ങളൊരു കാറായിരിക്കുന്നു, പക്ഷെ കാറുമല്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സ്റ്റിയറിംഗ് ഡ്രൈവിംഗ് പോർഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ള. സീറ്റ് ഞാൻ വെച്ചിട്ടില്ല, ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് എന്തിനു വെച്ചാൽ തുടങ്ങിയെന്നും പിന്നെ ഇപ്പം അത് ഫുള്ളായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അത് നമ്മുടെ കാറിൻ്റെ 30% വർക്ക് കഴിഞ്ഞ സാധനം. ഇത് സ്റ്റിയറിംഗ് ഉണ്ട്, ആക്സിലറേറ്റർ ബ്രേക്ക്, ക്ലച്ചിൻ്റെ ആ സെറ്റുണ്ട്, പിന്നെ ഗിയറും ഉണ്ട്. ഗിയർ ഇത് ഒരു ഗിയറല്ല, 2-3 ഗിയറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഗിയർ കിട്ടിയേ. ഇതാണ് നമ്മൾ ചെയറിൽ ഈ ചെയറിൽ പറയുന്നത്. കുറച്ചും കൂടി ഡെവലപ്പ് ആക്കും ഞാൻ ഇനിയും. ഇതുവരെയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിയറിങ്, കീഴിൻ്റെ സ്ഥലം, ക്ലച്ച്, ഗിയർ, ചെയർ. ഇതൊരു ചെയ്തിട്ടുള്ളത് കാണാം. അതിനുമ്പ് നമ്മൾ ഇതുവരെ അല്ല ചെയ്തിട്ടുള്ളത്, ഒരു ഇഷ്ടംപോലെ മോഡൽ വച്ചിട്ടുണ്ട്. അതിനുമ്പ് നമ്മൾ ആദ്യം ഇത് കാണിച്ചിട്ട് അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. ഇതൊക്കെ ആയിട്ട് ഒരു സെറ്റ്. അതിനുശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് നമ്മളെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതിനുശേഷം അത് വെച്ച് ഞാൻ സ്റ്റോപ്പിലൊക്കെ കിടന്നിട്ടോ ഇങ്ങനെ ചുമ്മാ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ ഓട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കപ്പോഴും ഓർമ്മയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെപ്പറ്റി അറിവ് നേടി. അതിനുശേഷം അതിനെപ്പറ്റി മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കൊണ്ട് കിട്ടും. അതിനുശേഷം ജസ്റ്റ് ടൈം കിട്ടുന്ന സമയത്തൊക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് കളിച്ച് കളിക്കാം. ഈ വീട്ടിൻ്റെ സ്ഥലങ്ങളിലെ റോഡും പരിസരമൊക്കെ നമുക്ക് നല്ല അറിയാവുന്നതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും പോയി വരുന്നുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അറിയാം റോഡ് ഇപ്പോൾ കാണാൻ പാടായിട്ടെന്ന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റോഡ് മൈൻഡിൽ വെച്ചിട്ടാണ് ഈ വണ്ടി ഞാൻ ഓട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡെവലപ്പിൽ ഞാൻ ജസ്റ്റ് ഓട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ഒരു പടി കൂടി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമ്മൾ ഗിയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഗിയർ വന്നിട്ട്. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചത് ഇങ്ങനെയല്ല കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സാധനം മാത്രം കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അത് വെച്ചിട്ടാണ് കറക്റ്റ് കാറിൻ്റെ സൗണ്ടൊക്കെ വരും കേട്ടോ അതിൽ. പക്ഷേ നമ്മൾ ഒറിജിനൽ ഗിയറിൻ്റെ സാധനമാണ് വാങ്ങിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടെ അത് കീറിപ്പോയി. 4th ഗിയർ ഇട്ടപ്പോഴത്തേക്ക് അത് കീറിപ്പോയി. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റ് ബസ് കണക്ക് ഇവിടെ മറ്റൊരു ഫാനിൻ്റെ സാധനമുണ്ട്. പിന്നെ ആ കമ്പി മാത്രം എടുത്ത്, പിന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ പിടിക്കാനുള്ള ഈ ഒരു സാധനമില്ലേ, അത് പ്രൈവറ്റ് ബസ്സിന് മാത്രം. അത് ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഹണി ഉണ്ടല്ലോ, ഹണീൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചത്. അതിനുശേഷം ഗൈസ് അത് കുറേ ദിവസം അങ്ങനെ ഒട്ടിച്ചു. അതിനുശേഷം നമ്മളിത് കുറേ വേസ്റ്റ് ആയിട്ടല്ലോ, ഈ ഒരു സാധനം വേസ്റ്റ് ആയിട്ടല്ലോ വെച്ച് അത് ഫുള്ളായിട്ട് ഞാൻ കീറെടുത്തിട്ട് ഇതിലൊട്ടിച്ച് വെച്ചു. കമ്പൊക്കെ ഉണ്ട് ഇപ്പുറ സൈഡ് കണ്ടോ, ഇങ്ങനെ കമ്പ് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ടും ഓട്ടിക്കാം, നമുക്ക് ബസ്സായിട്ടും ഓട്ടിക്കാം, കാറായിട്ടും ഓട്ടിക്കാം, എല്ലാത്തിലുള്ളതാണ് വണ്ടി. അതിനുശേഷം നമ്മുടെ താഴെയുള്ള ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഉണ്ടോ, ഇത് ഒറിജിനലാണ് ഉണ്ടോ.
ഉണ്ടോ, ക്ലച്ചിലോട്ടും ബ്രേക്ക് ആക്സിലേറ്റർ കേട്ടോ വന്നിരിക്കണേ. അതിനുശേഷം നമ്മുടെ സ്റ്റിയറിങ്ങിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇരുന്നുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ അക്രിലിക്കിൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ ചെറിയ, അതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കണേ. അതിനുശേഷം ഇവിടെ അതേപോലെയാണ് അതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റലേഷൻ ടാബ് ടെസ്റ്റ് ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റൂളിൽ ഏകദേശം കുറച്ചൊക്കെ പണിയുന്നുണ്ടോ, ഇൻഡിക്കേറ്റർ, ഫോർസൽ ഇൻഡിക്കേറ്റർ, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ലോ ഹൈ യൂസ് ചെയ്യണം. പിന്നെ വൈപ്പറിൻ്റെ ഓഫ് മീഡിയം ഹൈ അങ്ങനെയാണോ ചെയ്യണേ. ശേഷം നമ്മുടെ ഡെവലപ്മെൻറ്റിലേക്ക് കിടക്കാം. അടുത്ത ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗിൻ്റെ കേക്ക് ടേബിൾ എടുത്തിട്ട് ഒരു ഇവിടെ ഒരു കേക്ക് ഉള്ളതാണ് എന്നിട്ട് ഗെയിം എടുക്കുക, ലോഡാവാതെ വയ്ക്കുക. ഗെയിം ലോഡാക്കി കൊടുക്കണം. 5 minutes later. ഇതിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇതുപോലെ ഡെവലപ്പ് ചെയ്യണം. പിന്നെയും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.